നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഇന്റഗ്രേറ്റർ ബേസിക് ഇന്റഗ്രേറ്റർ പഠിച്ചിരുന്നു. അതിൽ അതിന്റെ ഇന്റഗ്രേറ്ററിന്റെ രണ്ട് ലിമിറ്റേഷൻ പറഞ്ഞിരുന്നു അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ ഉണ്ടെന്ന്. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? ബേസിക് ഇന്റഗ്രേറ്ററിന്റെ ലിമിറ്റേഷൻസ് ഇതൊക്കെയാണ്. അറ്റ് ലോ ഫ്രീക്വൻസി ഗെയിൻ ബിക്കംസ് ഇൻഫൈനൈറ്റ്. ലോ ഫ്രീക്വൻസിയിൽ എന്താണ്? ഗെയിൻ ഇൻഫിനിറ്റി ആവും. അതുപോലെ തന്നെ ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് എറർ വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഇന്റഗ്രേറ്റർ. നമ്മൾ ഓഫ്സെറ്റ് വോൾട്ടേജ് കൺസിഡർ ചെയ്തിരുന്നില്ല. ഓഫ്സെറ്റ് വോൾട്ടേജ് വരുമ്പോൾ എന്തായിരിക്കും? ഔട്ട്പുട്ടിൽ എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് നോക്കാം. ഈ സർക്യൂട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ താഴെ രണ്ട് ഡിഫറൻസ് ആണുള്ളത്. ഒന്ന് എന്താണ്? ഇവിടെ ഒരു RF എന്നുള്ളൊരു എക്സ്ട്രാ റെസിസ്റ്റർ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കോമ്പൻസേറ്റിംഗ് റെസിസ്റ്ററും വന്നിട്ടുണ്ട്. അപ്പൊ ഈ RF എന്താണ്? നമ്മുടെ ഫീഡ്ബാക്ക് കപ്പാസിറ്ററിന് പാരലായിട്ട് ഒരു RF റെസിസ്റ്റർ വന്നിട്ടുണ്ട്. സിമിലർലി എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിലേക്ക് എന്താണ്? ഒരു കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ വന്നിട്ടുണ്ട്. ആ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്ററിന്റെ വാല്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? R1 പാരലൽ RF ആയിരിക്കും. ഈ രണ്ട് ചേഞ്ച് ആണ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യുമ്പോൾ, ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു സർക്യൂട്ട് ആയിരിക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യുക. Here RF is connected across feedback capacitor CF and a compensating resistor R-comp is connected at the non-inverting terminal. ഇവിടെ RF നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ഗെയിൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണല്ലോ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞത് ബേസിക് ഇന്റഗ്രേറ്ററിൽ. അതിൽ ആ ലോ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ ഇൻഫിനിറ്റി ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ എന്താണ്? ഒരു RF കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ലോ ഫ്രീക്വൻസിയിലുള്ള ഗെയിൻ എന്താണ്? ലിമിറ്റ് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ട് വോൾട്ടേജിലെ വേരിയേഷൻസിനൊക്കെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇനി കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു മിനിമൈസ് ദ എഫക്ട് ഓഫ് ഇൻപുട്ട് ബയാസ് കറണ്ട്. അപ്പൊ ഇൻപുട്ടിലുള്ള ബയാസ് കറണ്ടിന്റെ ഒക്കെ എഫക്ട് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. RF എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോ ഫ്രീക്വൻസി ഗെയിൻ മിനിമൈസ് ചെയ്ത് ഔട്ട്പുട്ടിലെ വേരിയേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ അതുപോലെ ഫ്രീക്വൻസി റെസ്പോൺസ് ഒക്കെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. നമ്മൾ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആ പ്രീവിയസ് ഇന്റഗ്രേറ്ററിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്താണ്? നമുക്ക് ഒരു നോഡ് എ കൺസിഡർ ചെയ്യാം. ഈ നോഡ് എയിലേക്ക് KCL അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇൻകമിംഗ് കറണ്ട് എന്താണ്? I1 ഉണ്ട്, ഔട്ട് ഗോയിങ് കറണ്ട് I2 ഉണ്ട്, I3 ഉണ്ട്. അപ്പൊ ഇത് മൂന്നിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കണം. ഈ നോഡിലുള്ള വോൾട്ടേജ് നമുക്ക് എയിലുള്ള നോഡിലെ വോൾട്ടേജ് എന്താണ്? VA എന്ന് ഡിനോട്ട് ചെയ്യാം. VA എന്ന് ഡിനോട്ട് ചെയ്ത VA എന്തായിരിക്കും? നമ്മുടെ വെർച്വൽ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് പറഞ്ഞാണ്. ഇവിടെ പോസിറ്റീവ് എന്താണ്? ഗ്രൗണ്ടഡ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഇവിടെ VA എന്തായിരിക്കും? 0 ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തത്. അപ്പൊ VA ആയിട്ടാണ് 0 കൺസിഡർ ചെയ്യുമ്പോൾ VA എന്താണ്? 0 ആണ്. വെർച്വൽ ഗ്രൗണ്ട് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. I1ന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? I1 എന്ന് വെച്ചതാണ് ഇൻപുട്ട് വോൾട്ടേജ്. ഇപ്പൊ VI എന്ന് എടുക്കുക. VI മൈനസ് ഇവിടത്തുള്ള VA വോൾട്ടേജ്, VA ബൈ അവിടുത്തെ റെസിസ്റ്റർ എന്താണ്? R1 ആയിരിക്കും അല്ലെ. അപ്പൊ VA 0 ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തായിരിക്കും? VI ബൈ R1 ആയിരിക്കും. VI മൈനസ് 0 ബൈ R1. ഇതാണ് I1ന്റെ ഇക്വേഷൻ. ഇനി I2ന്റെ ഇക്വേഷൻ എന്തായിരിക്കും? I2 എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിലുള്ള കറണ്ട് ആണ്. കപ്പാസിറ്റർ കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? എന്താണ്? C ഇൻറ്റു DV ബൈ DT ആണ്. C എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? CF ആണ്. V എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? VA മൈനസ് ഈ സൈഡിലെ വോൾട്ടേജ് എന്താണ്? V0 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ VA മൈനസ് V0 ബൈ DT ആയിരിക്കും. ഓക്കെ. ഇനി I3യുടെ ഇക്വേഷൻ എന്തായിരിക്കും? I3 എന്ന് വെച്ചാൽ എന്താണ്? ഈ RFന്റെ അവിടെയുള്ള കറണ്ട്. അപ്പൊ എന്തായിരിക്കും? ഇവിടെ 0യും ഇവിടെ VAയും ഇവിടെ V0 ആണ്. സോ VA മൈനസ് V0 ബൈ RF ആയിരിക്കും. ഇവിടെ VAക്ക് എല്ലാം എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. ആ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. I1 is equal to I2 plus I3. ഇത് VI minus 0 by R1 CFD into 0 minus V0 by DT plus 0 minus V0 by RF. ഇവിടെ 0 എല്ലാം കളഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇക്വേഷൻ കിട്ടും. VI by R1 is equal to CFD minus V0 by DT minus ഒരു മൈനസ് ഉണ്ട്, അതാണ് മൈനസ് V0 by RF. ഇനി നമുക്ക് ഇത് എന്താണ്? നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിലേക്ക് അതെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് എടുക്കണമെങ്കിൽ എന്താണ്? നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷനെ നമുക്ക് എന്തിലേക്ക് ആക്കണം? ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? VI എന്താവും? VI ഓഫ് S ബൈ R1 ആവും. ഇനി CF എന്താണ്? CF തന്നെയാണ്. മൈനസ് ഇവിടെ മൈനസ് ഉണ്ട്. D ബൈ DT എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഒരു S മൾട്ടിപ്ലൈ ആവും. S ഇൻറ്റു V0 ഓഫ് S. ഇത് ക്ലിയർ അല്ലേ? ഇതെങ്ങനെയാണ് എഴുതുന്നത്? CF എടുക്കണം. CF
പിന്നെ മൈനസ് വി നോട്ട് ആണ്. വി നോട്ട് എന്താവും? വി നോട്ട് ഓഫ് എസ് ആവും. ഇനി ഡി ബൈ ഡി ടിയുടെ എന്തായിരിക്കും? ഇൻറ്റു എസ് ആണ് വരിക. ഡി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താണ്? എസ് ആണ് വരിക. അതാണ് അവിടെ എസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് എസ് സി എഫ് ഇൻറ്റു വി നോട്ട് ഓഫ് എസ്. മൈനസ് വി നോട്ട് ഓഫ് ആർ എസ് ആവും. മൈനസ് വി നോട്ട് ഓഫ് എസ് ബൈ ആർ എഫ് ആവും. ഇവിടെ വി നോട്ട് മൈനസ് വി നോട്ട് ഓഫ് എസ് കോമൺ എടുക്കാം. മൈനസ് വി നോട്ട് ഓഫ് എസ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എസ് സി എഫ് പ്ലസ് 1 ബൈ ആർ എഫ് എന്ന് വരും. ഓക്കെ, ഇനി ഈ ഒരു സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എൽ സി എം എടുക്കാം. ആർ എഫ് എൽ സി എം എടുക്കാം. ആർ എഫ് എൽ സി എം എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ആർ എഫ് എൽ സി എം എടുക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ എന്ത് വരും? ആർ എഫ് മൾട്ടിപ്ലൈ ചെയ്യണം. എസ് ആർ എഫ് സി എഫ് പ്ലസ് 1 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് വി നോട്ട് ഓഫ് എസ് എന്താണെന്ന് എഴുതണം. വി നോട്ട് ഓഫ് എസ് എന്താണെന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബി ഐ ഓഫ് എസ് ഇൻറ്റു ആർ എഫ് വരും. ബി ഐ ഓഫ് എസ് ഇൻറ്റു ആർ എഫ്. ആ മൈനസ് ഇവിടെ ഉണ്ട്. പിന്നെ ആർ വൺ ഇൻറ്റു ഈ ഒരു ഇക്വേഷൻ ആർ വൺ ഇൻറ്റു എസ് ആർ എഫ് സി എഫ് പ്ലസ് 1. ഈ നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ആർ വണ്ണിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? ആർ വൺ എസ് ആർ എഫ് സി എഫ് പ്ലസ് ആർ വൺ എന്ന് വരും. ഇക്വേഷൻ വരെ കിട്ടി. നെക്സ്റ്റ് നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി വി നോട്ട് ഓഫ് എസ് ഇങ്ങനെ എഴുതണം. ഇവിടെ ന്യൂമറേറ്ററിൽ ആർ എഫ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ഇപ്പൊ ന്യൂമറേറ്ററിൽ ആർ എഫ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടൈം എന്താവും? ക്യാൻസൽ ആയി പോവും. ഡിനോമിനേറ്ററിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ആർ എഫ് ടൈം പോവും. ഇവിടെ എന്തായിരിക്കും? ആർ വൺ ബൈ ആർ എഫ് എന്ന് വരും. ഇതാണ് ഇക്വേഷൻ. ഇതാണ് വി നോട്ട് ഓഫ് എസിന്റെ ഇക്വേഷൻ. നമ്മളിവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ഡൊമൈനിൽ വേണമെങ്കിൽ ഇവിടുന്ന് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടുന്ന് എന്ത് ചെയ്യാം? വി നോട്ട് കോമൺ എടുത്തൊക്കെ എഴുതാം. അപ്പൊ അതിനും ഡി വൈ ഡി ടി ഒക്കെ എടുത്ത് ചെയ്യേണ്ടേ. അതിനെക്കാട്ടും നല്ല എന്താണ്? ഇവിടെ ഫ്രീക്വൻസി ഡൊമൈനിൽ എഴുതിയാലും മതിയാവും. അപ്പൊ ഫ്രീക്വൻസി ഡൊമൈനിലാണ് നമ്മൾ എഴുതിക്കുന്നത് വി നോട്ട് ഓഫ് എസിന്റെ ഇക്വേഷൻ. കാരണം ഇതാണ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു സെക്കൻഡ് ഇക്വേഷനിൽ ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ കുറച്ചുകൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ സൈഡിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു സെക്കൻഡ് നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വേഷനിൽ ആർ എഫ് ഗ്രേറ്റർ ദാൻ ആർ വൺ ആണെന്ന് വിചാരിക്കാം. ആർ എഫ് റിയലി ഗ്രേറ്റർ ദാൻ ആർ വൺ ആണെങ്കിൽ നമുക്ക് ഈ ആർ വൺ ആർ എഫ് എന്നുള്ളൊരു ടൈം നെഗ്ലക്ട് ചെയ്യാമല്ലോ. നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി എന്താ വരുന്നത്? വി നോട്ട് ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് വി ഐ ഓഫ് എസ് ബൈ എസ് ആർ വൺ സി എഫ് എന്നാണ്. ഇത് ആക്ച്വലി ഇതിന്റെ ഇക്വേഷൻ ആണ്. നമ്മുടെ ഐഡിയൽ ഇന്റഗ്രേറ്റർ അല്ലേ? ബേസിക് ഇന്റഗ്രേറ്ററിന്റെ ഇക്വേഷൻ അല്ലേ? നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വി നോട്ട് ഓഫ് എസ് മൈനസ് 1 ബൈ എസ് ആർ വൺ സി എഫ് വി ഓഫ് എസ്. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയത്. നമുക്ക് എന്താണ്? ആ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മുടെ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ ചെയ്തു വന്നപ്പോഴെന്താണ്? ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആർ എഫ് ഗ്രേറ്റർ ദാൻ ആർ വൺ എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഐഡിയൽ ഇന്റഗ്രേറ്ററിന്റെ ഇക്വേഷൻ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്ററിന്റെ ഇക്വേഷൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. നമുക്കിപ്പോൾ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. നമുക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമുക്കിവിടെ ടേക്ക് ആർ വൺ ബൈ ആർ എഫ് കോമൺ ഫ്രം ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ ആർ വൺ ബൈ ആർ എഫ് കോമൺ എടുക്കുക. അപ്പൊ എന്തായിരിക്കും വരിക? ഇവിടെ ആർ വൺ ഉണ്ട് ഓൾറെഡി, അത് കോമൺ പോകും. പിന്നെ നമുക്ക് ആർ എഫ് എന്നുള്ള ടീം ഇല്ല, അതുകൊണ്ട് ഇവിടെ ആർ എഫ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും? എസ് ആർ എഫ് സി എഫ് പ്ലസ് 1 ഇൻറ്റു എന്ത് വരും? ആർ വൺ ബൈ ആർ എഫ് എന്ന് വരും അല്ലേ? ആണ് ഈക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർ വൺ ബൈ ആർ എഫിനെ ഒന്ന് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? ആർ എഫ് ബൈ ആർ വൺ എന്ന് വരും. ഇപ്പൊ ഇത്രയും വി നോട്ട് ഓഫ് എസിന്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് എസിന് ജെ ഒമേഗ എന്ന് കൊടുക്കാം. നമുക്ക് ഇനി എന്താണ് നമ്മുടെ ഗെയിൻ ഇക്വേഷൻ? വി നോട്ട് ബൈ വി ഐ എടുത്തിട്ട് പിന്നെ അതിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഗെയിനും ഫ്രീക്വൻസി റിലേഷനും കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എസിന് എന്ത് ചെയ്യാം? ജെ ഒമേഗ എന്ന് കൊടുക്കാം. എസിന് ജെ ഒമേഗ കൊടുക്കുമ്പോൾ എന്താവും? വി നോട്ട് ഓഫ് ജെ ഒമേഗ ഈക്വൽ ടു മൈനസ് വി ഐ ഓഫ് ജെ ഒമേഗ ഇൻറ്റു ആർ എഫ് ബൈ ആർ വൺ ബൈ ജെ ഒമേഗ സി എഫ് ആർ എഫ് പ്ലസ് 1 എന്ന് കിട്ടി. ഇവിടെ എസ് ആയിരുന്നു, ജെ ഒമേഗ കൊടുത്തു. ഇനി ഇതിൽ നിന്ന് വി നോട്ട് ബൈ വിൻ കൊടുക്കാം. ഗെയിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പൊ എന്താണ്? മൈനസ് ആർ എഫ് ബൈ ആർ വൺ ബൈ ജെ ഒമേഗ സി എഫ് ആർ എഫ് പ്ലസ് 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എഫിന്റെ ഇക്വേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒമേഗയ്ക്ക് 2π എഫ് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒമേഗ എന്താവും? 2π എഫ് ആവും. ഇനി നമുക്ക് മോഡ് എടുക്കണം. മോഡ് എടുക്കുമ്പോൾ എന്താവും? ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, പ്ലസ് ആണ്. ആർ എഫ് ബൈ ആർ വൺ ബൈ ഇതിന്റെ മോഡ് എടുക്കുമ്പോൾ എങ്ങനെയാ വരുന്നത്? റൂട്ട് ഓഫ് ജെയുടെ ടൈം പോവും. ഫസ്റ്റ് ടൈം സ്ക്വയർ വരത്തില്ലേ? അപ്പൊ എന്ത് വരും? 2π എഫ് സി എഫ് ആർ എഫ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ മോഡ് എടുക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഇക്വേഷൻ കിട്ടി, ഗെയിൻ്റെ ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ചെയ്ത പോലെ ബേസിക് ഇന്റഗ്രേറ്റർ ചെയ്ത പോലെ തന്നെ എഫിന് 0 കൊടുക്കാം. എഫിന് 0 കൊടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഈ ഒരു ടൈം 0 ആയി പോവും. 0 പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? 1 എന്ന് വരും. അപ്പൊ എന്തായിരിക്കും? ഗെയിൻ ഈസ് ഈക്വൽ ടു ആർ എഫ് ബൈ ആർ വൺ.
അപ്പൊ ഫ്രീക്വൻസി 0 ആണെങ്കിൽ ഗെയിൻ എന്തായിരിക്കും? RF/R1 എന്നുള്ളൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത് കിട്ടിയല്ലോ. അപ്പൊ ഫ്രീക്വൻസി നമ്മുടെ 0 ആകുകയാണെങ്കിൽ, ഫ്രീക്വൻസി 0 ആകുമ്പോഴത്തേക്ക് എന്താണ് ഗെയിൻ? എന്താണ്? RF/R1 ആയിരിക്കും. RF/R1 ആയിരിക്കും എന്നാണ് നമുക്കിപ്പോൾ ഡെറിവേഷന് കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് എന്താണ്, നമ്മൾ അവിടെ ബേസിക് ഇന്റഗ്രേറ്ററിൽ FB കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഏത് വാല്യൂ, എത്ര ഫ്രീക്വൻസി വരുമ്പോഴാണ് ഗെയിന് ചേഞ്ച് ഉണ്ടാവുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനിവിടെ പറയുന്ന ഫ്രീക്വൻസിയാണ് കോർണർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്രേക്ക് ഫ്രീക്വൻസി. അതിനെ FA എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ എന്താണ് ഈ FA എന്നും അതിന്റെ ഇക്വേഷനും നോക്കണം. അപ്പൊ നമ്മൾ ആ FB കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ F നമ്മൾ 1/2πR(CF) ആണ് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക നോക്കാം. F = 1/2πR(CF). നമ്മളവിടെ ബേസിക് ഇന്റഗ്രേറ്ററിൽ പറഞ്ഞില്ലേ, എ എന്താണ് 0 dB ആകണമെങ്കിൽ, അല്ലെങ്കിൽ എ എന്താണ് 1 ആകണമെങ്കിൽ എഫ് എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും കൺസിഡർ ചെയ്യും. എഫിന് എന്താണ് 2πCF/RF ആണെങ്കിൽ എന്താണ് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തായിരിക്കും ഇക്വേഷൻ വരിക? ഇവിടെ എഫിന് 2πCF/RF വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. അപ്പൊ എന്ത് വരും? RF/R1 വരും ബൈ 1 എന്ത് വരും? ഇവിടെ എഫിന് 2π കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഒരു ടേം എടുക്കുക. ഈ ഒരു ടേം എടുക്കുമ്പോൾ എന്തായിരിക്കും? 2π. എഫ് എന്താണ്? 1/2πCF/RF ഇൻറ്റു CF/RF എന്താണ്? ഇതെല്ലാം ക്യാൻസൽ ആയി പോകും. ഇവിടെ 1 എന്ന് വരും. അപ്പൊ എന്ത് വരും? 1² + 1 എന്നായിരിക്കും ഇവിടെ വരിക. അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. കണ്ടില്ലേ? RF/R1 √1² + 1 എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? RF/R1 √2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ 3ഉം 4ഉം ഇക്വേഷൻ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ 4 ഉണ്ട്, ഇവിടെ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത തേർഡ് ഇക്വേഷൻ, ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്? RF/R1 √2 = RF/R1 √2πCF/RF² + 1. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് RF/R1 ക്യാൻസൽ ആയി പോകും. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? √2 = √2πCF/RF² + 1. ഇതിൽ നിന്ന് എന്തെഴുതാം? 1 + 2πCF/RF² = 2 എന്ന് എഴുതാം. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യാം? 2πCF/RF² എന്താണ്? ഈ 1 ഇങ്ങോട്ടേക്ക് പോയാൽ 2 - 1 1 ആവും. 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 = 2πCF/RF എന്ന് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ എഫിന്റെ ഇക്വേഷൻ എഴുതാം 1/2πCF/RF. നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്ത എന്താണ് അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് FA എന്നാണ്. അതുകൊണ്ടാണ് FA = 1/2πCF/RF. ഇവിടുത്തെ ഫ്രീക്വൻസിയുടെ റെസ്പോൺസ് ഇതാണ്. ഈ ഡയഗ്രത്തിൽ ഞാനിപ്പോൾ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ബേസിക് ഇന്റഗ്രേറ്റർ സർക്യൂട്ട് റെസ്പോൺസ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എന്താണ്? ഐഡിയൽ റെസ്പോൺസ് ഓഫ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ. അപ്പോൾ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിൽ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ഫ്രീക്വൻസി ലെസ് ആവുമ്പോൾ എന്താണ്? 0യിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എന്താ? RF/R1 എന്നുള്ളൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞില്ലേ ഡെറിവേഷനിൽ. അപ്പോൾ ആക്ച്വലി ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ ആക്ച്വലി നമ്മുടെ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിന്റെ ഒരു ഐഡിയൽ റെസ്പോൺസ് ഇതാണ്. എന്താണ്? കോൺസ്റ്റന്റ് ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഈ കോർണർ ഫ്രീക്വൻസി വരുമ്പോൾ FA വരുമ്പോൾ എന്താണ്? 0 വരുന്നു. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിന്റെ ഐഡിയൽ റെസ്പോൺസ്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ റെസ്പോൺസ് വരുമ്പോൾ, ആക്ച്വൽ റെസ്പോൺസ് വരുമ്പോൾ എന്തായിരിക്കും? ആദ്യം -RF/R1 ഒക്കെ ആയിരിക്കും. പിന്നെ അത് റെഡ്യൂസ് ആകാൻ തുടങ്ങും. റെഡ്യൂസ് ആയിട്ട് പിന്നെ എന്താണ്? കോർണർ ഫ്രീക്വൻസി കഴിഞ്ഞാൽ അങ്ങ് ലെസ് ആയി പോകും. ലെസ് ആയിട്ട് പിന്നെ അങ്ങ് 0യിലേക്ക് പോകും. ഇതായിരിക്കും ഞാൻ ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി പറയുന്നത് 0 to FA വരെ ഈ ഒരു ഫ്രീക്വൻസി വരെ ഓൾമോസ്റ്റ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. -RF/R1 ആയിരിക്കും ഗെയിൻ ഇക്വേഷൻ. അത് കഴിഞ്ഞ് FA തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ഇവിടെ FB വരെ എത്തുന്നവരെ, ഈ FB വരെ എത്തുന്നവരെ എന്തായിരിക്കും? അതെന്തായിരിക്കും? ഒരു നമ്മൾ നേരത്തെ ആ ഒരു ബേസിക് ഇന്റഗ്രേറ്റർ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഗെയിൻ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും ഫ്രീക്വൻസി ഇൻക്രീസ് ആവുന്നതനുസരിച്ച്. അങ്ങനെ ഗെയിൻ റെഡ്യൂസ് ആയി എന്താണ്? 0യിലേക്ക് എത്തും. സോ ഈ FAക്കും FBക്കും ബിറ്റ്വീൻ എന്താണ്? നമ്മുടെ സാധാരണ ഇന്റഗ്രേറ്ററിന്റെ അതേ വർക്കിംഗ് ആണ്. എന്താണ്? 20 dB/decade എന്തായിരിക്കും? അത് റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. എന്താണ്? FA to FB വരെ. FA വരെ എന്തായിരിക്കും? ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അതാണ് -RF/R1. ഇനി നമ്മുടെ ഈ ഗെയിൻ റെഡ്യൂസ് ആയി യെല്ലോയിൽ ഞാൻ വരച്ചിരിക്കുന്ന റെഡ്യൂസ് ആയി ഇത് ഈ ഒരു FA കഴിയുന്ന ഒരു വാല്യൂ ഇല്ലേ, ഇത് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കത്തില്ലേ? ഗെയിൻ കോൺസ്റ്റന്റ് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ കോൺസ്റ്റന്റ് ചെയ്യുന്ന ഒരു 3 dB ലെസ് ആയിട്ടുള്ള വാല്യൂ മാർക്ക് ചെയ്യുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എന്താ പറഞ്ഞത്? FA വരെ എന്താണ്? ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ അത് റെഡ്യൂസ് ആവാൻ തുടങ്ങും.
അപ്പോഴുള്ള ആ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ കോൺസ്റ്റന്റ് -RF/R1 ആണ്. അവിടെ 3 dB ലെസ് ആയിട്ടുള്ളൊരു വാല്യൂ എടുക്കും, അതിനെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യും, അത് ഇങ്ങോട്ട് വരുന്ന എവിടെയാണോ അതാണ് എഫ് എന്ന്. അതാണ് ഇവിടുത്തെ ഈ ഒരു വരച്ചിരിക്കുന്നത്. ഇവിടെ -RF/R1 -3 dB എന്ന് കൊടുത്തിട്ടുള്ളത്. ഞാൻ വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബേസിക് ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് റെസ്പോൺസ്, റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഐഡിയൽ റെസ്പോൺസ് ഓഫ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ, യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ റെസ്പോൺസ് ഓഫ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ. അപ്പൊ ആക്ച്വൽ റെസ്പോൺസ് ഇതാ പറയുന്നത് ഒരു FA വരെ ഓൾമോസ്റ്റ് എന്താണ് -RF/R1 ആയിരിക്കും, പിന്നെ റെഡ്യൂസ് ആകാൻ തുടങ്ങും. അപ്പൊ നമ്മൾ FA എന്ന് മാർക്ക് ചെയ്യുന്ന എന്താണ്? ഈ കോൺസ്റ്റന്റിൽ നിന്ന് -3 dB ഉള്ള വാല്യൂ എവിടെയാണോ ഈ റെഡ്യൂസ് ആകുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിനെയാണ് FA എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇത് FB. ഓക്കെ, ഇങ്ങനെയാണ് ഫ്രീക്വൻസി റെസ്പോൺസ് വരയ്ക്കുക എന്തിന്റെ? പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്ററിന്റെ. അപ്പോൾ ഫോർ ഫ്രീക്വൻസി F to FA എന്തായിരിക്കും? ഗെയിൻ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, RF/R1 ആയിരിക്കും. ആഫ്റ്റർ FA ദ ഗെയിൻ ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 20 dB per decade. ഇനി ബിറ്റ്വീൻ FA ആൻഡ് FB, FAക്കും FBക്കും ബിറ്റ്വീൻ എന്തായിരിക്കും? പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ ആക്ടാസ് നമ്മുടെ ബേസിക് ഇന്റഗ്രേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ജനറലി എന്തായിരിക്കും? FA ലെസ് ദാൻ FB എന്നാട്ടോ. ജനറലി FA ലെസ് ദാൻ FB ആയിരിക്കും. ഇനി ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണം. ഇൻപുട്ട് സിഗ്നൽ വിൽ ബി ഇന്റഗ്രേറ്റഡ് പ്രോപ്പർലി ഇഫ് ദ ടൈം പീരീഡ് T ഓഫ് ദ സിഗ്നൽ ഈസ് ലാർജർ ദാൻ ഓർ ഈക്വൽ ടു RF/CF. നമ്മുടെ ടൈം പീരീഡ് T ഈസ് ലാർജർ ദാൻ ഓർ ഈക്വൽ ടു RF/CF ആയിരിക്കണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇന്റഗ്രേഷൻ നടക്കുള്ളൂ. അപ്പൊ നമ്മൾ ഡിസൈൻ ഒക്കെ ചെയ്യുമ്പോൾ, സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ കൺസിഡർ ചെയ്യും. അപ്പൊ T എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ടൈം പീരീഡ് ആണ് T എന്ന് കൊടുത്തത്. ഇൻപുട്ട് സിഗ്നൽ എന്താണോ അതിന്റെ ടൈം പീരീഡ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ ഡിസൈൻ ചെയ്യുന്ന RF/CF-നെക്കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇതാണ് പ്രാക്ടിക്കൽ ഇന്റഗ്രേറ്റർ. ബേസിക് ഇന്റഗ്രേറ്റർ പഠിച്ചിട്ട് അതേപോലെ സിമിലർ ഡെറിവേഷൻസ് ഒക്കെയാണ്. ഫ്രീക്വൻസി റെസ്പോൺസിൽ ഉള്ള പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റർ എവിടെയൊക്കെ യൂസ് ചെയ്യാം? നമ്മുടെ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൽ യൂസ് ചെയ്യാം, പിന്നെ അനലോഗ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിജിറ്റൽ അല്ല അനലോഗ് കമ്പ്യൂട്ടറിൽ, പിന്നെ സിഗ്നൽ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിന് തന്നെ ഡിഫറൻഷിയേറ്റർ ഉണ്ട്. അപ്പൊ ഡിഫറൻഷിയേറ്റർ പഠിക്കുമ്പോഴത്തേക്ക് ആകെ സർക്യൂട്ടിലൊക്കെ ചെറിയ ഡിഫറൻസും ഡയഗ്രത്തിലൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താണ് ഡിഫറൻഷിയേറ്റർ പഠിക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ LIC പഠിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.